ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മുല്ലാസ് കുചീന. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ ഒരു മുറുക്കിൻ്റെ പ്രിപ്പറേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ്. നമുക്കിനി ഈ മുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. മുറുക്കിൻ്റെ പ്രിപ്പറേഷനിലേക്കായി ഞാനിവിടെ 1/2 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് 8 ടേബിൾ സ്പൂൺ ആണ് അളവ്. ഈ ഉഴുന്ന് നമുക്ക് ആദ്യമായി നന്നായി കഴുകിയെടുക്കേണ്ടതുണ്ട്. ഇതിലേക്കായി ഉഴുന്ന് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് നന്നായി കഴുകിയതിനു ശേഷം അതിൻ്റെ വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടി വയ്ക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കഴുകി വെള്ളം വാർന്നു പോയ ഉഴുന്ന് ഇട്ടുകൊടുക്കാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഉഴുന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് നമുക്ക് നന്നായി വറുത്ത് ഒരു ഇളം ബ്രൗൺ നിറമാകുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉഴുന്ന് റെഡിയായിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ഉഴുന്ന് ഇവിടെ തണുത്ത് പൊടിക്കാൻ പരുവത്തിന് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്ന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുത്ത് നന്നായി പൗഡർ പോലെ പൊടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ഉഴുന്ന പരിപ്പ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുറുക്കിന്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാവുന്നതാണ്. മുറുക്കിന്റെ പ്രിപ്പറേഷനിലേക്കായി ആദ്യമായി ഒരു മിക്സിംഗ് ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ അരിപ്പൊടി ഏകദേശം 16 ടേബിൾ സ്പൂൺ ആണ് അളവ്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി പൊടിച്ചു വെച്ചിരിക്കുന്ന ഉഴുന്നുപൊടി ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ജീരകമാണ്. അടുത്തതായി 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ പൊരികാരമാണ്. ഇത് നമ്മൾ മുറുക്കുണ്ടാക്കുമ്പോൾ ചേർക്കുന്നതാണ്. പൊരികാരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കഷ്ണമായിട്ടാണ് കിട്ടുന്നത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. മുറുക്ക് ക്രിസ്പി ആവുന്നതിന് വേണ്ടിയാണ് പൊരികാരം ചേർക്കുന്നത്. ഇതില്ലാത്ത പക്ഷം അല്പം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് മാവ് സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ്. നന്നായി ഈ പൊടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കുഴച്ചു കൊടുക്കാം. വെള്ളം കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് ഇത് നന്നായി നമ്മുടെ ഇടിയപ്പത്തിന്റെ മാവ് കുഴയ്ക്കുന്ന ആ പരുവത്തിന് കുഴച്ചെടുക്കാം. ശേഷം നമുക്കിത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കൊടുക്കാം. നമ്മൾ ഈ മുറുക്കുണ്ടാക്കുന്നത് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴിയിലെ സ്റ്റാർ ഷേപ്പിലെ അച്ചുപയോഗിച്ചാണ്. നമുക്ക് ഈ മുറുക്കുണ്ടാക്കുമ്പോൾ ആദ്യമായി എണ്ണയിലേക്ക് ഒഴിച്ച് ചുറ്റിച്ചെടുക്കാൻ പ്രയാസമാണെങ്കിൽ ഇതുപോലെയുള്ള ഷീറ്റുകളിലോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ നമുക്ക് ഈ മുറുക്ക് പിഴിഞ്ഞ് നമുക്ക് ഇത് ചുറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ മിക്സ് ചെയ്ത വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഈ മാവ് ഒടിഞ്ഞു പോകാതെ നന്നായി കിട്ടുന്നതാണ്. അതിനുശേഷം ഇത് സാവധാനം ചുറ്റിയെടുക്കുക. ഇടയ്ക്ക് ഒന്ന് പൊടിഞ്ഞെങ്ങാനും പോയാൽ അത് ഒന്ന് പതുക്കെ പ്രസ് ചെയ്ത് ചുറ്റിയെടുക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുഴുവൻ മാവും നമുക്ക് ആദ്യം തന്നെ മുറുക്കിന്റെ പരുവത്തിൽ ചുറ്റിവെക്കാം. നമുക്ക് ഈ മുറുക്ക് ഫ്രൈ ചെയ്തെടുക്കുന്നതിലേക്കായി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുറുക്ക് ഓരോന്ന് വീതം സാവധാനം ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, എണ്ണ ചൂടായി കഴിയുമ്പോൾ തീ സിമ്മിലാക്കുക. അല്ലാത്ത പക്ഷം മുറുക്ക് കരിഞ്ഞു പോകുന്നതാണ്. അതുപോലെ തന്നെ എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഉടനെ ഇത് തവിയൊന്നും വെച്ച് ഇളക്കരുത്. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്താൽ മുറുക്ക് പൊട്ടിപ്പോകും. അതുകൊണ്ട് മുറുക്ക് ഒരു വശം ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം ഇത് തിരിച്ചിട്ട് കൊടുക്കുക.
ഇങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് ഒരു ഇളം ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് മുറുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുറുക്ക് നന്നായി ഫ്രൈ ആയൊക്കെ വരുന്നുണ്ട്. ഒരു ബ്രൗൺ നിറമായതിനു ശേഷം മാത്രമേ അടുപ്പിൽ നിന്ന്, അതായത് എണ്ണയിൽ നിന്ന് എടുത്തു കൊടുക്കാവൂ. ഇല്ലെങ്കിൽ ഇത് നല്ല ക്രിസ്പിയായി കിട്ടത്തില്ല. ഇപ്പോൾ നമ്മുടെ മുറുക്ക് ഇവിടെ എണ്ണയിൽ നിന്ന് എടുക്കുന്ന പരുവമായിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി കൊടുക്കാം. തീയുടെ കാര്യം ശ്രദ്ധിക്കുക. തീ ഒരു കാരണവശാലും കൂട്ടിയിടാതിരിക്കുക. ഈ കളറിൽ തന്നെ എണ്ണയിൽ നിന്ന് എടുക്കുക. ഇതുപോലെ നമുക്ക് മുഴുവൻ മുറുക്കും ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് നല്ല ക്രിസ്പിയുമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, മുറുക്ക് ഒരു ഇളം ബ്രൗൺ നിറമായി കഴിഞ്ഞെങ്കിൽ മാത്രമേ എണ്ണയിൽ നിന്ന് മാറ്റാവൂ. എങ്കിൽ മാത്രമേ അതേ ക്രിസ്പിനെസ്സോടെ അത് ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തണുത്തു പോകാൻ സാധ്യതയുണ്ട്. എല്ലാവരും എൻ്റെ ഈ മുറുക്കിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി ഞാൻ പെട്ടെന്ന് തന്നെ